ഭാര്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ചെറുതായി കാണലുണ്ടാവും. അത് കെട്ടിയ വണ്ണല്ലേ, കെട്ടിയവളോട് എങ്ങനെയും പെരുമാറാമെന്നൊരു തോന്നലുണ്ടല്ലോ. അത് ശരിയല്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ഈമാൻ പൂർത്തിയാവണമെങ്കിൽ ഭാര്യയോട് ഏറ്റവും മയമായും സൗമ്യമായും പെരുമാറണം. അങ്ങനെ പറഞ്ഞൊരാൾ റസൂല് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ എല്ലാവരും ഭാര്യമാരോട് കെട്ടുന്നത് വരെ വലിയൊരു ദൈവം, കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതായല്ലോ, പിന്നെ അവൻ്റെ പെരുമാറ്റമൊക്കെ ആ ഒരു രീതിയിലാണ് അല്ലേ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കെന്താ നിങ്ങൾ, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യർ, ഖിയാർ ഏറ്റവും അത്യുത്തമന്മാർ ആരാണ്? ഖിയാറുക്കും ലി അഹ്ലിഹി, സ്വന്തം ഭാര്യയോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാണ്. അന ഖിയാറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ്. ആലോചിച്ച് നോക്കുക നിങ്ങളെ ഹദീസിൻ്റെ ഒരു കടുപ്പം. എത്ര വലിയൊരു ആശയം. അന്ന് അറബികൾ പെണ്ണുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലഘട്ടം. അപ്പോൾ ഭാര്യമാരോടൊക്കെ അങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ. ആ കാലത്ത് നബി പറയുന്നത്, നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഉന്നതനാവണമെങ്കിൽ, ഏറ്റവും നല്ലവനാവണമെങ്കിൽ, അള്ളാഹുവിനോട് അടുത്തവനാവണമെങ്കിൽ, ഈമാൻ സമ്പൂർണ്ണമാണ്, ഇന്ന മിൻ അക്മലിൽ മുഅ്മിനീനാണ്, ഈമാൻ സമ്പൂർണ്ണമായവനാവണമെങ്കിൽ സ്വന്തം കെട്ടിയ പെണ്ണിനോട് ഏറ്റവും നല്ല നിലയിൽ, നല്ല ആദരവിലും ബഹുമാനത്തിലും സ്നേഹത്തിലും കുട്ടികളോടെന്ന പോലെ മയമായി പെരുമാറണം. എന്നെങ്കിലേ ഈമാൻ പൂർത്തിയാവുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ നിങ്ങൾ ആരെപ്പറ്റി, എന്നെപ്പറ്റി, നിങ്ങളെപ്പറ്റിയും ഈ നാട്ടുകാർ മുഴുവൻ ഗുണം പറഞ്ഞുകൊണ്ട് നമ്മൾ നന്നാവില്ല. എന്താ കാരണം? ഈ നാട്ടുകാർക്ക് നമ്മളെ പൂർണ്ണമായിട്ട് അറിയില്ലല്ലോ. നമ്മളെ പൂർണ്ണമായി അറിയുന്ന ആളാരാ? നമ്മളെ പെണ്ണുങ്ങളാ. ഓൾക്ക് എന്നാണോ നമ്മളെപ്പറ്റി നല്ല അഭിപ്രായം ഉണ്ടാണത് അന്നേ നമ്മൾ നന്നാവുള്ളൂ. ഓൾക്കിപ്പോൾ നല്ല അഭിപ്രായം പറയുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുക. അവൾ നമ്മളെപ്പറ്റി നല്ലത് പറയുന്ന കാലത്തേ നമ്മൾ നന്നാവുള്ളൂ. കാരണം ഓൾക്കാ നമ്മളറിയാം, എ ടു സെഡ് നമ്മൾ അറിയുന്ന ആളവളാണ്. അതുകൊണ്ട് ഖിയാറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവർ, ഖിയാറുക്കും ലി അഹ്ലിഹി, ഭാര്യൻ്റെ മുമ്പിൽ നല്ലവനാണ്. ഓൾക്ക് നല്ല അഭിപ്രായമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് നിങ്ങളോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നല്ല ആളെന്ന് പറയുന്നത് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ. നിങ്ങൾക്ക് ഈ സദസ്സിൽ നിൽക്കുന്ന 1.5 മണിക്കൂറേ അറിയുള്ളൂ. അതേതായാലും എൻ്റെ നല്ല സ്വഭാവം ഞാൻ കാണിക്കുള്ളൂ. എൻ്റെ യഥാർത്ഥ സ്വഭാവം ആർക്കറിയാം? ഞാൻ അഭിനയിക്കാതെ യഥാർത്ഥ ജീവിതം, റിയലി ലൈഫ് അതറിയുന്ന ആൾ എൻ്റെ ഭാര്യയാണ്. ദ റിയൽ ഐ ആരാണെന്ന് ഓളൊക്കെ അറിയുള്ളൂ, യഥാർത്ഥ ഞാൻ ആരാണെന്ന്. അവൾ പറയാൻ നല്ല മനുഷ്യനാണ്, ആ പറയും പോലെ തന്നെ ജീവിക്കുന്ന ആളാണ്, ഓക്കെയാണ്, എന്നാൽ നമ്മൾ രക്ഷപ്പെടും. അല്ല, ആ പറയുന്ന ബടായൊന്നും നോക്കണ്ട, ഇവിടെ വന്നാൽ മൂപ്പര സ്വഭാവം എനിക്കേ അറിയുള്ളൂ എന്ന് പറയുകയാണെങ്കിലോ കഴിഞ്ഞും ചെയ്ത് നമ്മളെ കഥ. ഈ ഒരൊറ്റ ഹദീസിലൂടെ എത്ര വലിയ ആശയ പ്രപഞ്ചമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സൃഷ്ടിച്ചത്. അതുകൊണ്ട് സഹാബാക്കളൊക്കെ അങ്ങനെയായിരുന്നു. വളരെ മൃദുലമായിട്ടേ അവരോട് പെരുമാറുള്ളൂ, വളരെ സൗമ്യമായിട്ടേ അവരോട് പെരുമാറുള്ളൂ. ഭാര്യമാരോട് അന്തസ്സായിട്ട് പെരുമാറലാണ് ഒരു പൗരുഷം, ഒരു മാന്യത, തറവാടിത്തതാണ്. അവനാൻ്റെ കീഴിൽ നിൽക്കുന്ന ഭാര്യമാരോടും അതുപോലെ തന്നെ നമ്മളെ കീഴിൽ നിൽക്കുന്ന മറ്റാളോടും തട്ടിക്കേറി മോശമായി സംസാരിക്കുക ഒരിക്കലും തറവാടിത്തല്ല. അത് അന്തസ്സല്ല, അഭിമാനമല്ല. അന്തസ്സും അഭിമാനമുള്ള ആളുകൾ എപ്പോഴും അവരെ കീഴിലുള്ള ആൾക്കാരോട് വളരെ മാന്യമായി പെരുമാറുന്നവരായിരിക്കും. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ഇസ്സത്ത്, ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് അവരോട് നന്നായി പെരുമാറണം. സഹാബത്തിൻ്റെ കൂടെ ഏറ്റവും വലിയ പോക്കിരിയായിരുന്നു ഉമറുൽ ഫാറൂഖ്. പറഞ്ഞ് നിർത്തുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭയങ്കര പോക്കിരിയാണ്. റോമ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ്. ഹിറാക്ലിയസ് ചക്രവർത്തിമാരും കോസ്റോസ് ചക്രവർത്തിമാരും ഉമറെന്ന് കേട്ടാൽ ഞെട്ടി പറക്കുന്ന കാലം. അങ്ങനെയാണ് ഉമറന്നവർ. ആ മഹാനായ ഉമറന്നവരുടെ കുടുംബജീവിതം ഇമാം ഗസാലി റഹിമഹുല്ല വരച്ച് കാണിക്കുന്നുണ്ട്. ഉമറന്നവർ വലിയ പോക്കിരിയാണ്, വലിയ മഹാനാണ്, വലിയ ആളാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും പെണ്ണുങ്ങളെടുത്തെത്തിയ പച്ച സാധുവാണ്. എന്താ കാരണം? അതാണ് അന്തസ്. പോക്കിരിത്തരം കാണിക്കേണ്ട യുദ്ധക്കളത്തിലാണ്. അതുപോലത്തെ കടാക്കടയന്മാരോടാണ്, അവനാൻ കെട്ടിയ പെണ്ണിനോടല്ല. എനിക്കെന്നെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഓളോട് സാധുവിനോട് പറഞ്ഞത്. അവിടെയല്ലേ കാണിക്കണ്ടേ? ഉമർ എന്നവർ അവിടെ കൊച്ചുകുട്ടിയെ പോലെയാണ്. ഉമർ എന്നവർ പറയുന്നുണ്ട്, വയംബഗീലി റജുലി അൻ യകൂല ഫീ അഹ്ലിഹി മിഥല സുബിയി. വയംബഗീലി റജുൽ, ഒരു പുരുഷൻ ഒന്നാം തരം ഒരു ആമ്പിറന്നോനാണെങ്കിൽ നിങ്ങൾ വേണ്ടത്, നിങ്ങൾ അഹ്ലിഹി അവൻ്റെ ഭാര്യയോടുകൂടെ മിഥല സബിയി, ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് ആവേണ്ടത്. പെണ്ണുങ്ങളെടുത്തെത്തിയാൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ നിങ്ങളാവണം. ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്ന് പ്രതികരിക്കണം എന്നർത്ഥം. പെണ്ണുങ്ങളോട്, കുട്ടികളോട് പെരുമാറും പോലെ. അങ്ങനെ പറയാൻ മാത്രമല്ല, അദ്ദേഹം പെരുമാറി അങ്ങനെ. അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും. അതായത് ഒരു ദിവസം സ്വഹാബത്തിൻ്റെ കൂട്ടത്തിലെ ഒരു സാധു മനുഷ്യൻ്റെ, അദ്ദേഹത്തിന് ഈന്തപ്പനത്തോട്ടത്തിലാണ് ജോലി. രാവിലെ ഈന്തപ്പനത്തോട്ടത്ത് പോയാൽ ഗൾഫുകാർക്ക് മനസ്സിലാവും മരിബാങ്ക് കൊടുക്കോളം മരുഭൂമിയിലാണ്. പിന്നെ ആ മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ കടുപ്പത്രേ.
ചൂടും തണുപ്പുമൊക്കെ സഹിച്ച് മരുഭൂമി. മഗ്രിബ് പള്ളിയിൽ നിസ്കരിച്ചിട്ട് മൂപ്പരിങ്ങനെ പതുക്കെ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരും, അല്ല ഇശാൻ്റെ ശേഷം വരും. വന്നാൽ തുടങ്ങും പറഞ്ഞോളം എന്തെങ്കിലും കഥ പറയലും വർത്തമാനങ്ങൾ. അങ്ങനത്തെ ആളാണ്, നിങ്ങളത് ചെയ്തില്ല, അത് ചെയ്തില്ല. ഓരോരുത്തർക്ക് രാവിലെ അങ്ങ് പോയാൽ മതി, മറ്റുള്ളവരെ പ്രയാസം ആരും കാണുന്നില്ല, കേട്ടാത്തൊന്നും ഇയാൾക്കൊരു പ്രയാസവും ഇല്ല. ഇതിങ്ങനെ കേട്ട് 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 ഇയാൾ മടുത്ത്. കുറേ കേൾക്കുമ്പോണ്ടല്ലോ ഒരു ചടപ്പ് വരല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയ തോന്നി. എന്താ, ഉമറുൽ ഫാറൂഖിൻ്റെ കാലമാണ്, ഏത് പ്രശ്നത്തിനും പരിഹാരമുള്ള കാലമാണ്. ഖലീഫയല്ലേ, ഉമർ എന്നവർ ഭയങ്കരല്ലേ. അദ്ദേഹത്തോടൊന്ന് പറയാം. മൂപ്പരെ പേര് കേട്ടാൽ ഞെട്ടാത്ത ഒരാളുമില്ല. പിന്നെ നമ്മളെ വാത്തുമാൻ്റെ അതാ. അപ്പോൾ ഉമർ എന്നവരോടൊന്ന് പറഞ്ഞു, ഉമർ എന്നവർ ഒന്ന് മുമ്പിൽ വിളിച്ചിട്ട് ഇനിയെങ്ങാനും പുതിയാപ്പിളുടെ അടങ്ങാറാക്കിയാൽ എന്ന് പറഞ്ഞാൽ മതി, സംഗതി ശരിയാവും. അത് കണക്കൂട്ടിയിട്ട് മൂപ്പരെന്ത് ചെയ്ത് അന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങി. രാവിലെ മുതൽ ഉമർ എന്നവരത്ത് പോയിട്ട് കാര്യം പറയണം. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് സുബൈക്ക് പള്ളിയിൽ പോയി വീട്ടിൽ വന്ന് ചെറിയ പ്രാതലെല്ലാം കഴിച്ച് അദ്ദേഹം അന്ന് പണിക്കോളില്ലാന്ന് തീരുമാനിച്ചു. ഒരു ദിവസത്തെ പണിയാണ് പോയാലും കുഴപ്പമില്ല, പെണ്ണുങ്ങൾ നന്നായി കിട്ടുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നച്ചാൽ തന്നെ കുറച്ച് സംസാരത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ വീട് ലക്ഷ്യമാക്കി രാവിലെ ഒരു 8 മണി 7 മണിയാകുമ്പോൾ അങ്ങനെ ചെന്നു. ആ സമയത്ത് ഉമർ എന്നൊരു വീട്ടിലുണ്ടാകുക, അതുവരെ പള്ളിയിലായിരിക്കും. വീട്ടിലേക്ക് പോകുമ്പോൾ മനസ്സ് നിറയെ പ്രതീക്ഷ, അത് പെണ്ണുങ്ങൾ അറിയണില്ല. അത് ഉമർ എന്നവരോട് പറഞ്ഞു, ഉമർ എന്നവർ വിളിച്ച് പറഞ്ഞാൽ നന്നാവും എന്നുള്ള പ്രതീക്ഷയിലായി പോണത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ബഹളം. റോമാ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ അധിപൻ്റെ വീട്ടിൽ നിന്ന് പോകാം. അതിനത്രയും വലിയ ആൺകുട്ടികളാണ്, പക്ഷെ ആൺകുട്ടിയല്ല, മൂപ്പരെ പെണ്ണുങ്ങളാണ്. അപ്പോൾ മൂപ്പര് ആ വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിർത്തം നിന്ന്, പടച്ചോനെ ഇന്നത്തെ പണി പോയൊരു കോലം, പണിക്കോതെ മെനക്കെട്ട് പോയതാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഇതിലും വലിയ വർത്താനം. അദ്ദേഹം എന്ത് ചെയ്തു, ഇനിയിപ്പോൾ എൻ്റെ കാര്യം എങ്ങനെ ഇവിടെ പറയാമെന്നുള്ളതിൽ അദ്ദേഹം തിരിച്ചു പോരാൻ തീരുമാനിച്ചു. ഉമർ റളിയല്ലാഹു തആല വീട്ടിൻ്റെ ഉള്ളിൽ നീ വർത്താനം കൊണ്ടൊന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരാൾ വന്ന് തിരിച്ചു പോണ്. ചിലപ്പോൾ നമ്മളും പെണ്ണുങ്ങളായിട്ട് വർത്താനം പറയുമ്പോൾ നമുക്കൊരു ബേജാറുണ്ടാവും, ആരെയും പള്ളി കമ്മിറ്റിക്കാരെങ്കിലും വരുമോ, ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങി നോക്കുമോ ആരെങ്കിലും വരുന്നുണ്ടോ. എങ്ങനെയാണെന്നറിയില്ല, ഉമർ എന്നവർ വന്ന് നോക്കുമ്പോൾ ഒരാൾ തിരിച്ചു പോകണുണ്ട്. ആ സമയത്ത് ഉമർ വിളിച്ചു, ഏയ് ഇവിടെ വരും, വന്നിട്ട് പോകുന്നു. അല്ലല്ല ഞാൻ പോവാണ്, അങ്ങനെ പോകാൻ പറ്റില്ല, എൻ്റെ വീട്ടുമുറ്റത്ത് വരെ എന്തിനു വന്നു എന്ന് പറഞ്ഞിട്ട് പോടുക. കുടുങ്ങിയല്ലോ. അദ്ദേഹം വന്നു, ഉമർ എന്നവരോട് സലാം പറഞ്ഞ്, അല്ല ഇന്ന് പണിക്കൊന്നും പോയില്ലേ? ഇല്ല ഉമർ എന്നവരെ, ആ കഥയൊക്കെ പറയാക്കാന്നല്ലേ. അല്ല താങ്കളെന്തിനാ അങ്ങോട്ട് വന്ന്? ഞാനൊരു പരാതി പറയാൻ വേണ്ടി വന്നായിരുന്നു. എന്തേ പറയാതെ പോയി? ഉമർ എന്നവർക്കൊരു പേടി ഒച്ചപ്പാട് ഊപ്പര് കേട്ടോ. എന്തേ പറയാതെ പോയി എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് പറയണ്ടെന്ന് തോന്നാൻ കാരണം പ്രശ്നം പരിഹരിച്ചോ? ഇല്ല. എന്താ തെളിച്ച് പറയൂ? അദ്ദേഹം പറഞ്ഞു, ഉമർ എന്നവരെ ഞാനൊരു പാവം തൊഴിലാളിയാണ്, രാവിലെ പറമ്പ് പോയി മഗ്‌രിബിന് തിരിച്ചു വന്നാൽ വളരെ 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 മാനസികമായും ശാരീരികമായൊക്കെ തളർന്ന് വീട്ടിൽ എത്തുമ്പോൾ പെണ്ണുങ്ങളൊരു നല്ല വർത്തമാനം പറയുന്നതിന് പകരം ഓൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ട് മടുത്ത്. എന്നിട്ട് ഞാൻ തങ്ങളോടൊന്ന് പറയാമെന്ന് കരുതിയത്. എന്നിട്ട് എന്തേ പറയാതെ പോയത്? അതോ ഇവിടുത്തെ അത്ര സ്ട്രോങ് അവിടെ അല്ല. അത് കേട്ടപ്പോൾ ഉമർന്നവർക്ക് ചിരി വന്നു. ഉമർന്നവർ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട് നേരെ ഒരു ഈന്തപ്പനത്തോട്ടൻ്റെ അടുത്ത് അവിടെ പോയി. നമുക്ക് ആ തോട്ടത്ത് പോയിരിക്കാൻ നല്ല തണുപ്പുണ്ടാവും. അവിടെ പോയിരുന്നിട്ട് ഉമർന്നവർ പറഞ്ഞു, സഹോദര എൻ്റെ ഭാര്യ സംസാരിക്കുന്നതല്ല നീ കേട്ടല്ലേ? ആ കേട്ടു. അതാരറിയാം നിനക്ക്? ആരാന്നറിയില്ല. അതേ ഫാത്തിമ ബീവിൻ്റെ മോളാണ്. അലി ഇബ്നു അബീ ത്വാലിബിൻ്റെയും ഫാത്തിമാൻ്റെ മോൾ ഉമ്മു കുൽസൂമാണ് എൻ്റെ ഭാര്യ. നല്ല ഉമ്മാൻ്റെ മോളാണ്. മുത്തുനബിൻ്റെ മോള് ഫാത്തിമാൻ്റെ മോള് ഫാത്തിമ ബീവിൻ്റെ മകളാണ്. റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ ഭാര്യ ഉമ്മു കുൽസൂം. ഉമ്മു കുൽസൂം ആ പറയുന്നത് അലി എന്നവരുടെ മോളാണ്. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ മോളെ തന്നെ കേട്ടിട്ടുണ്ടാവില്ലല്ലേ. അലി ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് ഫാത്തിമ ബീവിനെ കല്യാണം കഴിക്കാൻ വലിയ മോഹം ഉണ്ടായിരുന്നു. കാരണം നബിയായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ. നബിൻ്റെ മോളെ കെട്ടിയാൽ നബിയായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുമല്ലോ. പക്ഷേ അത് സൂചനയും കൊടുത്തിരുന്നു. പക്ഷേ നബി കെട്ടിച്ചു കൊടുത്ത അലി എന്നവർക്കാണ്. ഫാത്തിമ ബീവിനെ കെട്ടാൻ പറ്റിയില്ല. പക്ഷേ പിൽക്കാലത്ത് ഫാത്തിമയുടെ മകളെയാണ് ആര് കെട്ടുന്നത്? ഉമ്മു കുൽസൂമിനെ. അപ്പോൾ ഉമ്മു കുൽസൂം നല്ല തൻ്റെടിയായ പെൺകുട്ടിയാണ്, സംസാരിക്കുകയാണ്. ആ മോളാണ് ഉമ്മു കുൽസൂമാണത്. അപ്പോൾ ആ വർത്താനം പറഞ്ഞ പെണ്ണിനെ മോശാക്കിയല്ല പറയണത്, അത് ഫാത്തിമാവിൻ്റെ മോളാണ്, അലിയന്മാരുടെ മോളാണ്, നല്ല പെണ്ണാണ് എന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞെന്നറിയോ? പറഞ്ഞൊക്കെ സത്യമാണ്. ഈ ബഹളം ഉണ്ടാക്കിയൊക്കെ സത്യമാണ്. എന്താ കാരണം? നമുക്ക് റോമാ പേർഷ്യ സാമ്രാജ്യങ്ങളോടൊക്കെ യുദ്ധം നടക്കുന്ന കാലം, ഭരണം, യുദ്ധം. നമ്മൾ ഈ രംഗത്ത് പോകുമ്പോൾ പാവപ്പെട്ട ഭാര്യമാർ നമ്മളെ തന്നെ കാത്തിരിക്കുകയാണ്. നമ്മളെ പ്രസൻറ്റ് അവർക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ അതിന് പലപ്പോഴും നമുക്ക് സമയം കിട്ടൂല. ഭരണത്തിൻ്റെ തിരക്കിനിടയിൽ, യുദ്ധത്തിൻ്റെ തിരക്കിനിടയിൽ ഭാര്യമാരോടുള്ള ഹക്ക് വേണ്ട രീതിയിൽ വീട്ടാൻ, അവരോട് സംസാരിക്കാനും അവരെ കൂടെ ഇരിക്കാനും അവരോട് കഥ പറയാനും ഒന്നും നമുക്ക് നേരെയില്ല.
അതുകൊണ്ട് അവരുടെ ടെൻഷനാണ്, അവരുടെ പ്രയാസമാണ് പറയുന്നത്. അവൾ പറയുന്നത് മുഴുവനും ന്യായമാണ്. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കേട്ടുന്നത്. ഓളിങ്ങനെ പറയാ, ഞാൻ ഇങ്ങനെ സാധുവായിട്ട് കേട്ടിരിക്കുക. എന്നിട്ട് ഉമർ എന്ന ഒരു കാര്യം കൂടി പറഞ്ഞു. സത്യം ഒരു കാര്യം കൂടി പറഞ്ഞു. 5 ഗുണങ്ങൾ അപ്പം തന്നെ ഒറ്റ ശ്വാസത്തിൽ ഈ ഭാര്യനെ പറ്റി പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ഗുണം എന്താ അറിയോ? ഇന്നഹാ സിത്റും ബൈനി വബൈനന്നാർ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മു കുൽസൂം എൻ്റെയും നരകത്തിൻ്റെ ഇടയ്ക്കുള്ള മറയാണ്. എന്നെ നരകത്തു നിന്ന് രക്ഷിക്കുന്ന പെണ്ണായത്. ഈ പെണ്ണുള്ളത് കൊണ്ട് ഞാൻ ഒരു അന്യ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കേണ്ടി വരില്ല. ഒരു വേണ്ടാത്ത ചിന്തൻ്റെ കൽബിലില്ല. അതൊക്കെ പോണത് ഈ ഉമ്മു കുൽസൂമിനെ കൊണ്ടാണ്. അത്ര നല്ല പരിചരണവും സ്നേഹവും തരുന്ന പെണ്ണാണത്. ഒരൊച്ചപ്പാടുണ്ടാകുമ്പോഴേക്ക് അതുവരെ ചെയ്ത ഗുണങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മറക്കുമ്പോൾ മറന്നിട്ടില്ല. ഇന്നഹാ സിത്റും ബൈനി വബൈനന്നാർ. ഇവൾ എൻ്റെയും നരകത്തിൻ്റെയും ഇടയ്ക്കുള്ള മറയാണ്. നല്ല സ്നേഹവും നല്ല പരിചരണവും നല്ല ആദരവും എനിക്ക് തരുന്ന പെണ്ണാണ്. അതുകൊണ്ട് മറ്റൊരു പെണ്ണിനെ പറ്റി എനിക്ക് ചിന്തിക്കേണ്ടി വരില്ല. ഹറാമായ ചിന്തല്ല. അങ്ങനെ നരകത്തുനിന്ന് രക്ഷിക്കുന്ന മറയാണ് ഇവൾ. രണ്ടാമത്തെ വൈന്നഹാ ഖാസിനത്തുല്ലീദാ ഖറജ്തു മിൻ മൻസിലി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എൻ്റെ വീട് കാക്കുന്ന കാവൽക്കാരിയുടെ പണിയെടുക്കുന്നതും ഇവളാണ്. വൈന്നഹാ ലിയുറുല്ലി വലതി. എൻ്റെ മക്കളുടെ ആയയാണ്. മക്കളെ കുളിപ്പിച്ച് ഭക്ഷണം വാരിക്കൊടുത്ത് മുടി ചീകിക്കൊടുത്ത് സംരക്ഷിക്കുന്ന ആയ ഇവിടെ പണിയെടുക്കുന്നതും ഇവളാണ്. ഫൈന്നഹാ ഖസ്സാലത്തുല്ലി സിയാബി. എൻ്റെ വസ്ത്രം അലക്കി തരുന്ന അലക്കുകാരിയാണ് ഇവൾ. അഞ്ചാമത് പറഞ്ഞു ഫൈന്നഹാ തബ്ബാഖത്തുല്ലി വ ഖബ്ബാസ. എനിക്ക് റൊട്ടി ഉണ്ടാക്കി തരുന്ന, ചപ്പാത്തി ഉണ്ടാക്കി തരുന്ന അടുക്കളക്കാരിയാണ്. അടുക്കളക്കാരിയുടെ പണിയെടുക്കുന്നതും അവളാണ്. കാവൽക്കാരിയുടെ പണിയെടുക്കുന്നതും അവളാണ്. മക്കൾക്ക് ആയായി പ്രവർത്തിക്കുന്നതും അവളാണ്. എന്നെ നരകത്തിൽ നിന്ന് കാക്കുന്ന മറയും അവളാണ്. ഇങ്ങനെ 5 ഗുണങ്ങൾ ബഹുമാനപ്പെട്ട ബീവിയെ പറ്റിയാണ് എണ്ണി പറഞ്ഞു. എന്നിട്ട് മറന്നവർ പറയാം, ഇങ്ങനെ കുറേ നല്ല കാര്യം സാധുക്കൾ ചെയ്തു തരുമ്പോൾ ഇടക്കിടക്കൊന്ന് വർത്താനം പറയും. അത് ഞാനാണ് സൈക്കലാണ്. ഇതിൽ ഒരുപാട് കാര്യം നിങ്ങൾക്ക് പഠിക്കാണ്ട്. സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്, സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ മാനസിക ടെൻഷൻ, ഈ ഇമോഷണൽ വേസ്റ്റ് കൂടും. വൈകാരിക തലത്തിലുള്ള ടെൻഷൻ, വൈകാരിക തലത്തിൽ ഒരുപാട് വേസ്റ്റ് കെട്ടിക്കിടക്കും. ഒരു മെൻസസ് ഉണ്ടാകുന്ന സന്ദർഭം, ഗർഭം, പ്രസവം, പിന്നെ ഭർത്താവിൻ്റെ ഉമ്മ, ഉപ്പ, അയൽവാസികൾ, രോഗിയായി കിടക്കുക, അതൊക്കെ ഒരു പെണ്ണാളെ കൈകാര്യം ചെയ്യുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട്, തെറ്റ് കണ്ടുപിടിക്കാൻ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഈ പെണ്ണിൻ്റെ തലയിൽ ഒരുപാട് വേസ്റ്റ് വൈകാരിക തലത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഈ വൈകാരിക തലത്തിൽ ഈ വേസ്റ്റ് ഇങ്ങനെ കെട്ടിക്കിടന്നാൽ അത് എങ്ങനെ ഒഴിവാക്കുക? നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളോട് കുറേ അങ്ങ് സംസാരിച്ചാൽ മതി. കുറ്റപ്പെടുത്തിയിട്ടും കുറേ വർത്തമാനം പറഞ്ഞു കുറേ അങ്ങ് പറയുമ്പോൾ നല്ല പെയ്തമായ മഴ പെയ്തമാതിരി, വലിയൊരു മഴ പെയ്ത് ചോർന്ന മാതിരി നല്ലൊരു സമാധാനം കിട്ടും. അപ്പോൾ മൂപ്പർക്ക് പറയാൻ പറ്റിയ ആളാരാ? ഭർത്താവാണ്. ബാപ്പാനോട് പറയാൻ പറ്റില്ല, അമ്മാനോട് പറയാൻ പറ്റില്ല. ഇതിനൊക്കെ പറ്റിയ ആൾ പുതിയാപ്പളെ. ഇഷ്ടപ്പെട്ട ആളോടാണ് പറയാം. ഒരു കുട്ടി ഏറ്റവും കൂടുതൽ വാശി പിടിക്കാരെ മുമ്പിലാണ്? ഉമ്മാൻ്റെ മുമ്പിലാണ്. കാരണം കുട്ടിക്കാരെ എമ്മയാണ് എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ആൾ. ഉമ്മാനോട് പുട്ടാണെങ്കിൽ പുട്ടിനിക്ക് വേണ്ട അറിയും, കടല പറ്റൂല അറിയും, ഇങ്ങനെ വാശി ഉണ്ടാക്കും. ഉമ്മ സ്നേഹമുള്ള ആളായതുകൊണ്ടാണ് വാശി. എന്നതുപോലെ ഒരു ഭാര്യയ്ക്ക് അവൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾ ഭർത്താവായതുകൊണ്ട് കുറേ ഈ വേസ്റ്റ് നീക്കാനുള്ള പണി എന്താ? വൈകാരിക വേസ്റ്റ് നീക്കാനുള്ള പണി ഇഷ്ടപ്പെട്ട പുതിയാപ്പലിനോട് കുറേ ആണ്ട് വർത്താനം പറയും. വർത്താനം പറഞ്ഞ പെണ്ണുങ്ങളാകെ ഒരു മഴ പെയ്ത് തണുത്ത മാതിരി സമാധാനം കിട്ടും. അതിന് ശാസ്ത്രം പറയുന്നത്, മനഃശാസ്ത്രം പറയാം, ഇമോഷണൽ ക്ലൻസിങ് പ്രോസസ്സ് എന്നാണ് പറയാം. വൈകാരിക തലത്തിലുള്ള ഒരു വേസ്റ്റ് നീക്കുന്ന പ്രോസസ്സാണത്. അപ്പോൾ ഇനി നിങ്ങൾ പെണ്ണുങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഇമോഷണൽ ക്ലൻസിങ് പ്രോസസ്സ് നടക്കുക എന്ന് മനസ്സ് കരുതിയാൽ ആ പ്രശ്നങ്ങളെ മനസ്സ് നടക്കും. അതുകൊണ്ട് ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഈ ജന്മത്തിലുണ്ടാവില്ല.